മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ അടിമുടി മാറ്റിക്കുറിച്ചുകൊണ്ട് ഖത്തറും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായ ഖത്തറിലെ റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരാക്രമണം കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ആഗോള ഊർജ്ജ വിപണിയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒരു വൻ കലാപത്തിന്റെ തുടക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനും ഉചിതമായ രീതിയിൽ തിരിച്ചടിക്കാനുമുള്ള പൂർണ്ണമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മേഖലയിലെ സമാധാന ചർച്ചകളിൽ ദീർഘകാലമായി മധ്യസ്ഥന്റെ റോളിൽ തിളങ്ങിയിരുന്ന ഖത്തർ നേരിട്ടൊരു സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ സൂചനയായാണ് ലോകം നോക്കിക്കാണുന്നത്. റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റി എന്നത് ഖത്തറിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കയറ്റുമതി കേന്ദ്രമായ ഇവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ ആഗോളതലത്തിൽ വാതക വില വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം കേവലം ഖത്തറിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും നൽകുന്ന ഒരു കൃത്യമായ താക്കീതാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പ് വരുന്നത്. ഖത്തറിനെ ഇനി തൊട്ടാൽ ഇറാന്റെ സാമ്പത്തിക ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സൗത്ത് പാഴ്സ് വാതകപ്പാടം തകർത്ത് തരിപ്പണമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായ സൗത്ത് പാഴ്സ് ഇറാനും ഖത്തറും പങ്കിടുന്ന ഒന്നാണ് എന്നത് ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗത്ത് പാഴ്സിൽ നടത്തിയ ബോംബാക്രമണങ്ങളാണ് ഇറാനെ പ്രകോപിതരാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഫെബ്രുവരി 28 മുതൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ ആദ്യമായാണ് ഇറാന്റെ ഊർജ്ജ മേഖലയെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത്. സൗത്ത് പാഴ്സിലെ നാശനഷ്ടങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമാണ്. തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗത്തിന് നേരെയുള്ള ആക്രമണത്തിന് പകരമായാണ് ഖത്തറിലെ റാസ് ലാഫനെ ഇറാൻ ലക്ഷ്യം വെച്ചത്. ഖത്തറും ഇറാനും ഒരേ വാതകപ്പാടത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ ഖത്തറിനെ ആക്രമിക്കുന്നത് വഴി മേഖലയിലെ ഊർജ്ജ വിതരണ ശൃംഖലയെ ഒന്നാകെ തകർക്കാമെന്ന് ഇറാൻ കരുതുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഈ നീക്കത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവില്ലായിരുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇറാൻ വീണ്ടും ഖത്തറിനെ ആക്രമിക്കുകയാണെങ്കിൽ സൗത്ത് പാഴ്സിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ താൻ മടിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനിയും ഫ്രാൻസും ഈ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഖത്തറിനെ ആശ്രയിക്കുന്ന യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റാസ് ലാഫിന് നേരെയുള്ള ഏതൊരാക്രമണവും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരം ഊർജ്ജോൽപ്പന്ന കേന്ദ്രങ്ങളെ യുദ്ധത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഊർജ്ജ സുരക്ഷ അപകടത്തിലായാൽ അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ജർമ്മനിയെയും ഫ്രാൻസിനെയും ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാകുമ്പോൾ ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് അവർ അത്ര വലിയ മുൻഗണന ഒന്നും നൽകുന്നില്ല എന്നതാണ് വാസ്തവം. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു പ്രകൃതിവാതക പാടമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിന്റെ അടയാളമാണ്. ഏതാണ്ട് 9700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പാടത്തിന്റെ 3700 ചതുരശ്ര കിലോമീറ്റർ ഇറാനിയൻ ജലാതിർത്തിയിലാണ്. ഖത്തർ ഇതിനെ നോർത്ത് ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ആകെ വാതക ശേഖരത്തിന്റെ 8% ഇവിടെയാണെന്നിരിക്കെ ഈ മേഖല ആക്രമിക്കപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പതനത്തിന് തന്നെ കാരണമായേക്കാം. ഇസ്രയേലിന്റെ ആക്രമണം ഇറാന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മേഖലയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം ഇപ്പോൾ. ട്രംപിന്റെ മുന്നറിയിപ്പും ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളും ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കുകയാണ് ചെയ്യുന്നത്. ഇറാനും ഖത്തറും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി നോക്കിയാൽ സങ്കീർണമാണ്. പലപ്പോഴും സൗഹൃദത്തിലായിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും കടന്നു വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഖത്തറിൽ നിലകൊള്ളുന്ന US സൈനിക താവളങ്ങളും അമേരിക്കയുമായുള്ള ഖത്തറിന്റെ അടുത്ത ബന്ധവും ഇറാനെ എപ്പോഴും അസ്വസ്ഥമാക്കിയിരുന്നു. എങ്കിലും ഖത്തർ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ റാസ് ലാഫിന് നേരെയുള്ള ആക്രമണത്തോടെ ഖത്തറിന് ആ നിഷ്പക്ഷത കൈവിടേണ്ടി വന്നിരിക്കുന്നു. സ്വന്തം മണ്ണിൽ വീണ മിസൈലുകൾക്ക് മറുപടി നൽകേണ്ടത് ഖത്തറിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഖത്തർ വ്യക്തമാക്കിയത് ഇറാനുള്ള കടുത്ത മുന്നറിയിപ്പാണ്. ഈ സംഘർഷം കേവലം 3-4 രാജ്യങ്ങൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റുന്ന ഒന്നാണ്. ട്രംപിന്റെ ശക്തമായ ഭാഷയിലുള്ള മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക മേഖലയിൽ വീണ്ടും സജീവമായി ഇടപെടാൻ പോകുന്നു എന്ന് തന്നെയാണ്.
ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാന്റെ വാതകപ്പാടങ്ങളെ ഉന്നം വയ്ക്കുന്നത് വലിയൊരു സാഹസമാണ്. എന്നാൽ ഇറാൻ ഇതിനെ എങ്ങനെ നേരിടും എന്നത് കണ്ടറിയണം. തങ്ങളെ ആക്രമിച്ചാൽ വെറുതെ ഇരിക്കില്ലെന്നും സൗത്ത് പാഴ്സിലെ ആക്രമണത്തിന് പകരം ചോദിക്കുമെന്നും ഇറാൻ പറയുമ്പോൾ അത് ലോകത്തിന് നൽകുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ സൂചനയാണ്. ഊർജ്ജ വിപണിയിലെ തർക്കങ്ങൾ ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടമായി മാറുമ്പോൾ ഇല്ലാതാകുന്നത് വർഷങ്ങളായുള്ള നയതന്ത്ര ബന്ധങ്ങളാണ്. ഇനിയുള്ള ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഖത്തറിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെ അടുത്ത നീക്കം. ഇസ്രയേലിനോട് സൗത്ത് പാഴ്സിനെ ഇനി ആക്രമിക്കരുതെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ കൂടുതൽ പ്രകോപനങ്ങൾ ഒഴിവാക്കാനായിരിക്കാം. എന്നാൽ ഇറാൻ ഖത്തറിനെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ കാര്യങ്ങൾ ട്രംപിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല. ഊർജ്ജ സ്രോതസ്സുകൾ യുദ്ധഭൂമിയായി മാറുന്നത് ലോകം അത്രമേൽ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ എല്ലാ കക്ഷികളും തയ്യാറായില്ലെങ്കിൽ ഈ വാതക യുദ്ധം വരാനിരിക്കുന്ന ദശകങ്ങളിലെ ഏറ്റവും വലിയ മാനുഷികവും സാമ്പത്തികവുമായ ദുരന്തമായി മാറും. മിസൈലുകൾക്ക് പകരം സംവാദങ്ങളും ചർച്ചകൾക്കും വഴി തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ലോക നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഖത്തറിനും ഇറാനുമിടയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ കടുത്ത സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിക്കുമോ അതോ വിട്ടുനിൽക്കുമോ എന്നത് ഈ യുദ്ധത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കും. ഊർജ്ജ വിതരണം തടസ്സപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഇന്ത്യയെയും ചൈനയെയും വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആഗോള സമ്മർദ്ദം ഉപയോഗിച്ച് ഒരു വെടിനിർത്തലിലേക്ക് ഈ രാജ്യങ്ങളെ എത്തിക്കുക എന്നതാണ് നിലവിലെ ഏക പോംവഴി. അല്ലാത്ത പക്ഷം റാസ് ലാഫനും സൗത്ത് പാഴ്സും കത്തിയെരിയുമ്പോൾ അതിൻ്റെ ചൂട് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരൻ്റെ അടുക്കളയിലായിരിക്കും അനുഭവപ്പെടുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.